ഞാൻ ഡോക്ടർ ആർ എൻ ശർമ്മ, കുമാരനെല്ലൂർ, രേവതി ഹൗസ്. ഇന്ന് ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കാൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ നമ്മളതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ത്യയിൽ വളരെയധികം കോമൺ ആണ്. ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകുന്നത് ഈ ജീവിതശൈലി രോഗങ്ങളിൽ ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം പണനഷ്ടവും ജീവനഷ്ടവും ഉണ്ടാകുന്നുണ്ട്. 61% ഇന്ത്യയിൽ മരണം ഉണ്ടാകുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുകൂടെ പറയും, NCD. ഇപ്പോൾ പണ്ടുകാലത്തെല്ലാം ഇൻഫെക്ഷൻസ് ആയിരുന്നു പ്രധാന മരണഹേതു. പക്ഷേ കാലം മാറിയപ്പോൾ, കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് എല്ലാം വന്നപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇൻഫെക്ഷൻസ് എല്ലാം കുറഞ്ഞു. ഇൻഫെക്ഷൻ കുറഞ്ഞപ്പോൾ അതിന് പകരം ജീവിതശൈലി രോഗങ്ങൾ മുന്നോട്ട് വരുന്നു. ഇത് ലോകത്തിലെ എല്ലാ ഡെവലപ്ഡ് കൺട്രിയിലും ഉണ്ടാകുന്നതാണ്. അവിടെ ഇൻഫെക്ഷൻ നമ്മൾ ഇന്ത്യയിലുള്ളതിനേക്കാളും വളരെ കുറവാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായിട്ട് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 61% മരണം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില രീതികൾ കൊണ്ടാണ്. അത് തടയാമെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലെങ്കിലും ഒരു 70-80% വരെ നമുക്ക് കുറയ്ക്കാനും തടയാനും പറ്റും. പ്രധാന ഹേതുക്കൾ എയർ പൊല്യൂഷൻ, ടൊബാക്കോ യൂസ്, സ്മോക്കിംഗ് ആകാം, അതല്ലെങ്കിൽ ടൊബാക്കോ മുറുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാകാം, പിന്നെ ലഹരി, പിന്നെ ആഹാരത്തിൻ്റെ വ്യത്യാസം, പിന്നെ അതുകൂടാതെ സെഡൻറ്ററി ഹാബിറ്റ്സ്, അതായത് എക്സർസൈസ് ഇല്ലായ്മ. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹാബിറ്റിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ ശീലത്തിൽ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലുള്ള പ്രായം ചെന്നവരിൽ 12 പേരെടുത്താൽ ഒരാൾ ഡയബറ്റിക്കാണ്. ലോകത്തിലെ ഡയബറ്റിക് ക്യാപിറ്റൽ, 2ാമത്തെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അതുപോലെ എയർ പൊല്യൂഷൻ നമുക്കറിയാം. ഓരോ ദിവസം ചെല്ലും തോറും കാറിൻ്റെ എണ്ണങ്ങൾ കൂടുന്നു. അതിൽ നിന്നുള്ള പുക, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് മുതലായ മാരകമായുള്ള ഗ്യാസുകൾ പുറത്ത് വിടുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം സൂക്കേടുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ആസ്മ ഉണ്ടാകുന്നുണ്ട്. ആസ്മ പോലുള്ള COPD എന്നുള്ള രോഗം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 2016 കണക്കനുസരിച്ച് 35 മില്യൺ 3.5 കോടി ക്രോണിക് ആസ്മ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ വർഷവും 2.7 മില്യൺ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നുണ്ട്. അതിൽ 52% താഴെ ആൾക്കാർ, ഏകദേശം 52% ആൾക്കാർ 70 വയസ്സ് താഴെയുള്ളതാണ്. ഇപ്പോൾ 70 വയസ്സാകുന്ന സമയത്ത് അപ്പോഴും വർക്ക് ചെയ്യുന്നവർ കാണും. ഇപ്പോൾ ധാരാളം പണനഷ്ടം ഉണ്ടാകും, വളരെയധികം ശോചനീയമായ അവസ്ഥ ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിതശൈലി രോഗം തടയാൻ നമ്മൾ മുൻകൈ എടുക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അമിതവണ്ണമുള്ള ആൾക്കാർ കുട്ടികളിലും ഉണ്ടാകുന്നുണ്ട്, കൂടാതെ പ്രായമുള്ളവരുണ്ടാകുന്നുണ്ട്. ഒബേസിറ്റി. പിന്നുള്ളത് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ. മൂന്നാമത്തത് ഡയബറ്റിസ് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. പിന്നുള്ളത് അതിറോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞാൽ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു ചേർന്ന് രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന അവസ്ഥ. അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകാം, സ്ട്രോക്കിന് കാരണമാകാം. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിറോസ്ക്ലറോസിസ് സഹിതം, ഡയബറ്റിസ് സഹിതം, പ്രഷർ സഹിതം ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് എല്ലാം മാറുന്നു. അതിൽ ധാരാളം കെമിക്കൽസ് അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ട്. അതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ സ്ട്രോക്ക്, ഒരു വശം തളർന്നു പോവുക, പാരാലിസിസ് ഉണ്ടാകുന്നു. ഒരു ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് വലത്തെ കൈ വലത്തെ കാലനക്കുന്നില്ല, വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അതാണ് സ്ട്രോക്ക്. അത് രക്തഓട്ടം കുറയുന്നതുകൊണ്ടാണ്. അതിന് വേണമെങ്കിൽ നമ്മൾ ബ്രെയിൻ അറ്റാക്ക് എന്ന് വിവക്ഷിക്കാം.
പിന്നെ ലിവറിനുള്ള സൂക്കേട് പലപ്പോഴും നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ലിവർ ഡിസീസിൻ്റെ കാരണം ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന എല്ലാ ആൾക്കാരും സിറോസ് വരണമെന്നില്ല. ആൽക്കഹോൾ കഴിക്കാത്തവർക്കും സിറോസ് വരാം. പക്ഷേ കഴിച്ചാൽ അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ലിവറിൻ്റെ ഡാമേജ് വന്നുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കാതെ അതിനെ അടിമപ്പെട്ട് സിറോസിസ് അല്ലെങ്കിൽ മഹോദരം എന്ന രോഗം നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹൈപ്പർ ടെൻഷനെ പറ്റി നോക്കാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷറാണ്. പ്രഷർ നമ്മൾ വിചാരിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എനിക്ക് പ്രഷറൊന്നുമില്ല, എനിക്ക് തലവേദനയില്ല, തലകറക്കമില്ല, പ്രഷർ ഉണ്ടെങ്കിൽ എനിക്കറിയാം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും ശബ്ദം. പക്ഷേ പ്രഷർ കൂടിയിരുന്നാൽ നമുക്ക് യാതൊരു കാരണവശാലും പ്രഷർ കൂടുന്നുണ്ടെന്നോ കുറയുന്നുണ്ടെന്നോ എത്രയുണ്ടെന്നോ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രഷർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്തേ പറ്റുള്ളൂ. പണ്ട് കാലത്ത് ആൾക്കാർ പറയും ഡോക്ടറാണ് പ്രഷർ നോക്കേണ്ടത്, നഴ്സാണ് നോക്കേണ്ടത്. ആ കാലം മാറി. ഇപ്പോൾ പ്രഷറിന് ഓരോ രോഗിയും സ്വന്തമായിട്ട് ബി പി അപ്പറേറ്റസ് വാങ്ങിച്ച് അത് മെഷർ ചെയ്തെടുക്കണം. മെഷർ ചെയ്ത് അതിൻ്റെ കണക്ക് കയ്യിൽ വെച്ച് അതിനനുസരിച്ച് ഡോക്ടറെ സമീപിച്ച് നമ്മൾ പ്രഷറിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യം നോക്കി കുറച്ച് കൂടിയിരുന്നു, ഒരു മരുന്ന് കൂട്ടി തന്നു, പിന്നെ നമ്മൾ അടുത്ത ദിവസം ചെക്ക് ചെയ്യുന്നില്ല, പ്രഷർ കൂടി തന്നെ ഇരിക്കും. പിന്നെ ഡോക്ടറെ കാണുന്നത് 1 മാസം 1.5 മാസം കഴിഞ്ഞാണ്. അപ്പോൾ അത്രയും ദിവസങ്ങൾ പ്രഷർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് കഴിഞ്ഞാൽ, പ്രഷർ എന്ന് പറഞ്ഞ് രക്തക്കുഴൽ ആർട്ടറിക്കകത്തുള്ള ഒരു തള്ളലാണ്. ഈ തള്ളൽ വരുമ്പോൾ അതിൻ്റെ ഭിത്തികൾക്ക് തകരാറുണ്ടാവും. ഞാൻ നേരത്തെ അതെറോസ്ക്ലീറോസിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അതെറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് രക്തധമനികളിൽ അടിഞ്ഞു ചേർന്ന് അതിൻ്റെ വലിപ്പം കാലക്രമേണ കുറഞ്ഞ് അവസാനം അടഞ്ഞു പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഡിസീസ് എല്ലാം ഉണ്ടാകും. അപ്പം ഈ പ്രഷർ കൺട്രോൾ ചെയ്താൽ ഈ ദുരിതഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തടയാൻ നമുക്ക് പറ്റുന്നതാണ്. അപ്പം പ്രഷർ കൂടിയിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ വരാം? ഒന്ന്, ഹാർട്ട് അറ്റാക്ക് വരാം. രണ്ടാമത്തത് സ്ട്രോക്ക്, അല്ലെങ്കിൽ വേണമെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയാം. മൂന്നാമത്തത് ക്രോണിക് കിഡ്നി ഡിസീസ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഡയാലിസിലോട്ട് ചെന്നെത്തും, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെന്നെത്തും. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഇത് മൂന്നുമാണ്. അതുകൂടാതെ കാലിൻ്റെ വലിയ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞു, കൈയുടെ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞു എങ്കിൽ അവിടുത്തെ വിരലുകൾ ദ്രവിച്ചു പോകും, ഗാംഗ്രീൻ എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ ആവാം വെട്ടിമുറിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് തടയാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്, പ്രഷർ കൊണ്ട് ഒരിക്കലും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും പ്രഷർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അത് നോക്കി കൂടുതലാണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. നോർമൽ പ്രഷർ എത്രയാണ്? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കും 120/80 എന്ന് പറയും. അത് കാലാകാലങ്ങളിൽ ഇതിന് മാറ്റം വരുന്നുണ്ട്. ഒരു 4 വർഷം മുമ്പ് ഒരു പറഞ്ഞു വരുന്നു 140/90 കൂടിയാണെങ്കിൽ അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് 2 നമ്പേഴ്സ് ഉണ്ട് ഇവിടെ, മുകളിൽ എഴുതുന്നു, താഴെ എഴുതുന്നു. 140/80, 120/80, 140/90. ആദ്യം പറയുന്നത് സിസ്റ്റോളിക് എന്ന് പറയും, രണ്ടാമത് പറയുന്നത് ഡയസ്റ്റോളിക് എന്ന് പറയും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ 130 കൂടിയിരിക്കുകയാണെങ്കിൽ, ഡയസ്റ്റോളിക് പ്രഷർ 80 കൂടിയിരിക്കുകയാണെങ്കിൽ ആ രോഗിക്ക് പ്രഷർ ഉണ്ടെന്നർത്ഥം. അപ്പം ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 130 താണിരിക്കണം നോർമലാണെങ്കിൽ.
ഇപ്പോൾ പ്രഷർ ഇല്ലാത്തവരാണെങ്കിൽ 130 കുറഞ്ഞിരിക്കണം സിസ്റ്റോളിക്. ഡയസ്റ്റോളിക് ആണെങ്കിൽ 80 കുറഞ്ഞിരിക്കണം. അപ്പം മരുന്ന് കഴിച്ച് വേറെ ഏതെങ്കിലും തരത്തിലും അതിൻ്റെ വാല്യൂ BP 130/80 താഴ്ത്തേണ്ടി വരും. നമ്മുടെ ഉദ്ദേശം 24 മണിക്കൂറും 130/80 കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അപ്പം അത് ഓർത്തിരിക്കേണ്ട കാര്യം 130/80. 130 വന്ന് സിസ്റ്റോളിക്, 80 വന്ന് ഡയസ്റ്റോളിക്. പ്രഷർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഭവിഷ്യത്തുകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഹാർട്ടിനെ ബാധിക്കും. ഇടത്തെ വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ഇടതുവശമുള്ള അറയാണ് മഹാധമനിയോട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ അയോട്ടയ്ക്കകത്തുള്ള പ്രഷർ കൂടിയിരിക്കുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പിങ് അയോട്ടയിലോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ തൽഫലമായിട്ട് എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഭിത്തികളെല്ലാം വണ്ണം കൂടും. അപ്പം ഇടത്തെ താഴെയുള്ള വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പിങ് അയോട്ടയിലെ പ്രഷർ കൂടിയിരിക്കുമ്പോൾ, അതായത് മഹാധമനിയിൽ പ്രഷർ കൂടിയിരിക്കുമ്പോൾ പ്രയാസമായിട്ട് വരും. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഭിത്തികൾ വലുതാവും. ഹൈപ്പർട്രോഫി എന്ന് പറയും. അതിൻ്റെ പ്രശ്നം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിൻ ആയിട്ട് വരും. അപ്പോൾ ബുദ്ധിമുട്ടി ലെഫ്റ്റ് വെൻട്രിക്കിൾ വലുതായി അവസാനം ഒരു ലിമിറ്റ് കഴിഞ്ഞ് വലുതാവാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. ആ സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫെയിലിയർ എന്നുള്ള അവസ്ഥ വരും. ഹാർട്ട് ഫെയിലിയർ എന്ന് എല്ലാവരും കേട്ട് വേണം. അപ്പം ആദ്യം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈപ്പർട്രോഫി ഉണ്ടാവും. അതിൻ്റെ സൈഡ് ഭിത്തികൾ വലുതാവും, വണ്ണം കൂടും, അവസാനം അത് ഫെയിലിയറായിട്ട് മാറും. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ പ്രഷർ കൊണ്ടുള്ള ഹാർട്ട് രോഗമാണ്. ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് എന്നാണ് സാധാരണ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഹാർട്ടിനെ ബാധിക്കുന്നത്. രണ്ടാമത്തത് ബ്രെയിനിനെ ബാധിക്കുന്നു. ബ്രെയിനിനെ ബാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ അറ്റാക്ക്. അതെന്തുകൊണ്ട് വരുന്നു? ഇതിൻ്റെ ഭിത്തികളുള്ള തള്ളൽ കാരണം അതിൽ കൊഴുപ്പടിഞ്ഞ് ചേരുകയും അതിൻ്റെ ഭിത്തികൾ അപകടത്തിലോട്ട് പോവുകയും ചെയ്യുന്നു. അതിൽ ചില ചേഞ്ചസ് ധാരാളം വരുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്നവരും വരുന്നുണ്ട്. ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അതിനുണ്ടാകുന്ന ക്ഷതം കാലക്രമേണ ആ രക്തഓട്ടം ആ ധമനിയിൽ കൂടി അടഞ്ഞു പോവുകയും ചെയ്യും. ബ്രെയിനിലെയാണ് രക്തോട്ടം അടഞ്ഞതെങ്കിൽ ആ ഭാഗം ദ്രവിച്ചു പോകും, നശിച്ചു പോകും. ഇൻഫാക്ഷൻ എന്ന് പറയും. അത് ഇടത്ത് വശത്താണ് വന്നതെങ്കിൽ വലത്തെ വശം തളർന്നു പോകും. വലത്ത് വശം വന്നതെങ്കിൽ വലത്തുവശത്തെ ബ്രെയിനിലാണ് വന്നതെങ്കിൽ ഇടത്ത് വശം തളർന്നു പോകും. അതാണ് നമ്മൾ സാധാരണ കാണുന്ന പരാലിസിസ് എന്ന് പറയുന്നത്. ഹെമിപ്ലീജിയ എന്ന് ഞങ്ങൾ വിളിക്കും. ഒരു വശം തളർന്നുകൊണ്ട്, ഹെമി എന്ന് പറഞ്ഞാൽ പകുതി ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകും. പിന്നുള്ളത് രക്തോട്ടത്തിൽ രക്തക്കുഴലിന് ക്ഷതം വരുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായി BP കൂടും. ആ സമയത്ത് രക്തക്കുഴലങ്ങ് പൊട്ടിപ്പോകും. ബ്രെയിനിൻ്റെ രക്തക്കുഴൽ പൊട്ടും. അതിനെ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. അതും അപകടകരമാണ്. അപ്പം സ്ട്രോക്ക് വന്നു, രണ്ട് തരത്തിൽ വരും. ഒന്ന് രക്തോട്ടം അടഞ്ഞ് ഇൻഫാക്ഷൻ വരും. അതുകൂടാതെ ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ഇൻട്രാ സെറിബ്രൽ ഹെമറേജും ഇസ്കീമിയ കൊണ്ടുള്ള സ്ട്രോക്കും, അതായത് രക്തോട്ടം അടഞ്ഞിട്ടുള്ള സ്ട്രോക്കും രണ്ടും അപകടകാരിയാണ്. പിന്നെ ആ പേഷ്യൻറ്റിന് ആവശ്യം അനക്കാൻ പറ്റത്തില്ല. പിന്നെ ഇമ്പ്രൂവ് ചെയ്യാം, സമയം കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യും. ചിലത് ഇമ്പ്രൂവ് ചെയ്യും, ചിലത് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. ഇത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് വർഷങ്ങളായിട്ട് പരാലിസിസ് വന്ന് കിടക്കുന്നവർ ധാരാളമുണ്ട്. ചിലർക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് പോകും, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ചിലർ ഇമ്പ്രൂവ് ചെയ്യത്തില്ല. രണ്ട് തരത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ 60 വയസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 80 വയസ്സിലുണ്ടെങ്കിൽ 20 വർഷം അനങ്ങാതെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല. പരസഹായം വേണം. ചിലപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട് കാണും. ഇടച്ചുവശ ബ്രെയിനിലാണ് വന്നതെങ്കിൽ സംസാരശേഷിയില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇങ്ങോട്ട് പറയാനും പറ്റത്തില്ല, അറിയാതെ മൂത്രം. ഇതൊക്കെ ഭവിഷ്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തടയാവുന്നതാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യണം. പിന്നെ ഉള്ളത് ഹാർട്ടിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രക്തോട്ടം കുറയുന്നത് കാരണം രക്തോട്ടം അടഞ്ഞു പോകുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക്, അതും ഈ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. പിന്നെ വേറൊരു അവയവം ഉണ്ടാകുന്നത് കിഡ്നിയാണ്. കിഡ്നി ഡിസീസ്
ക്രോണിക് കിഡ്നി ഡിസീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. CKD എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ കാരണം എന്താ? രക്തോട്ടം കുറഞ്ഞു പോകുന്നു. അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാകും. അപ്പോൾ പ്രഷർ അൺകൺട്രോൾഡ് ആണെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു 130-80 എന്ന് പറഞ്ഞു, അതിന് വരെ 140 അല്ല 150 100, എനിക്ക് യാതൊരു വിഷമവും അതുകൊണ്ട് സാറ് ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, മരുന്ന് കഴിക്കാൻ പറയും, മരുന്ന് സൈഡ് എഫക്റ്റ് കൂടുതലാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ധാരാളമുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ പഠിക്കും. ഇതെല്ലാം കാരണം അവസാനം ഉണ്ടാകുന്നത് കിഡ്നി ഡിസീസും ഉണ്ടാവും, ഹാർട്ട് അറ്റാക്കും ഉണ്ടാവും, സ്ട്രോക്കും ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് തടയാവുന്നതാണ്. എങ്ങനെ തടയുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാറ്റിയേ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനം, നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ട്. അത് BMI എന്നുള്ള രീതിയിൽ പറയുന്നു. BMI അറൗണ്ട് 22, 23, 24 ഒക്കെയാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ഫാക്ടർ. അത് കൂടാൻ പാടില്ല. കൂടുന്തോറും ഒബീസിറ്റി വരും. അപ്പം അത് നോർമലാക്കണം. എങ്ങനെ? വെയിറ്റ് കുറയ്ക്കണം. രണ്ടാമത്തത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ഉപ്പ് അധികം കഴിക്കാതിരിക്കുക. കൂടുതൽ സോൾട്ട് ഇടരുത്. അത്യാവശ്യത്തിന് സോൾട്ട് വേണം. പല ആൾക്കാരും പ്രഷറോട് പറഞ്ഞ് ഉപ്പ് അധികം കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് ഡോക്ടർ പറഞ്ഞു പ്രഷറുണ്ട്, ഉപ്പ് കഴിക്കേണ്ട, നാളെ മുതൽ ഉപ്പേ ഇല്ല, ഉപ്പില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കും. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അത് അപകടകാരിയാണ്. പേഷ്യൻ്റ് 2 ആഴ്ച കൊണ്ട് കോമയിലോട്ട് പോകും. കാരണം ഹൈപ്പോനൈട്രീമിയ, സോഡിയം കുറഞ്ഞു പോകും. സോഡിയം നമുക്കൊരു 6 ഗ്രാം സോൾട്ട് ഡെയിലി വേണം. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ടേസ്റ്റിന് ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അത്യാവശ്യമുള്ള ടേസ്റ്റ് എല്ലാ കറിക്കും ആവശ്യമുള്ള മിനിമം ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു 6 ഗ്രാം കാണും നമ്മുടെ ഇന്ത്യൻ ഇതിൽ. കൂടുതലായിട്ട് സോൾട്ട്, കുറച്ചുകൂടി സോൾട്ട് ഇരുന്നോട്ടെ, അത് അവോയ്ഡ് ചെയ്യണം. എക്സ്ട്രാ സോൾട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് കണ്ടിന്യൂ 6 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ടേസ്റ്റിനുള്ള സോൾട്ട് മാത്രം കഴിക്കണം. അപ്പോൾ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ അതിൽ ഡയൂറിറ്റിക് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അത് കഴിക്കുന്നവർക്ക് ശരീരത്തിലെ സോഡിയം വാർന്നു പോകും, യൂറിനിൽ പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ സോഡിയം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സോഡിയം കുറഞ്ഞു പോകും. പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുന്നത് പ്രഷർ കൊണ്ടല്ല, സോഡിയം കുറഞ്ഞു പോകും. നോർമലി സോഡിയം ഒരു 135 മില്ലി ഇക്വലൻ്റ് എന്നൊക്കെ പറയും പെർ ലിറ്റർ. അതിന് ഒരു 110 ആയിട്ട് വരും. പേഷ്യൻ്റ് ബോധക്കേട് വന്നു, ഫിറ്റ്സ് വന്നു, ഒന്നും അറിയുന്നില്ല, ICU കിടത്തി, സോഡിയം കുറഞ്ഞു പോയെന്ന് പറയും. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്നത് നല്ലതാണ്, സോൾട്ട് കുറയ്ക്കണം. പക്ഷേ ഡോക്ടർ വേണ്ടാന്ന് പറയുന്നില്ല. നമ്മളത് തെറ്റിദ്ധരിച്ച് വേണ്ടാന്ന് വെക്കുകയും ഞാൻ എല്ലാം കുറച്ച് കളയാം, കംപ്ലീറ്റ് നിർത്തിക്കളയാം എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അപകടകാരിയാണ്. അങ്ങനെ വരാൻ പാടില്ല. ഫ്രൂട്ട്സ് എല്ലാ ദിവസവും നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. കൊഴുപ്പ് കഴിയുന്നത്ര കുറയ്ക്കാൻ നോക്കുക. കൊഴുപ്പില്ലാതെ ജീവിക്കാൻ നോക്കില്ല, കൊഴുപ്പ് വേണം ശരീരത്തിൽ. കാരണം പല കെമിക്കൽസും ഉണ്ടാകുന്നത്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എല്ലാം ഉണ്ടാകുന്നത് ഫാറ്റി ആസിഡ് എന്നാണ്. അതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ നോക്കില്ല. കഴിയുന്നത്ര കുറച്ച് അത്യാവശ്യമുള്ള മാത്രം ഫാറ്റ് കഴിക്കുക. പിന്നെ ഇറച്ചി, ഇറച്ചിയിൽ മുഴുവൻ പലപ്പോഴും ഉള്ളത് ഫാറ്റുണ്ട്. അപ്പോൾ ഇറച്ചി ഫാറ്റ് സെപ്പറേറ്റ് എടുക്കാൻ നോക്കില്ല. പ്രോട്ടീനുണ്ട് ഇറച്ചിയിൽ, പക്ഷേ അത് നല്ലതാണ്. പക്ഷേ ഫാറ്റ് ഇല്ലാതെ ഇറച്ചി കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ഇറച്ചി കുറയ്ക്കാൻ നോക്കണം. പിന്നെ മധുരം അധികം കഴിക്കരുത്. മധുരം അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് വണ്ണം കൂടുകയും അതെറോസ്ക്ലെറോസിസ് കൂടുകയും ചെയ്യും. പിന്നെ ഉള്ളത് എക്സസൈസ്. ഇത് നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എക്സസൈസ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ എക്സസൈസ് ചെയ്താൽ നമ്മുടെ വെയിറ്റ് കുറയും. അപ്പം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും 45 മിനിറ്റെങ്കിലും നമ്മൾ ഒരു 4-5 ദിവസം ആഴ്ചയിൽ നടത്തുന്നതാണ്. പിന്നെ ഉള്ളത് എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 4-5 കിലോമീറ്റർ ഒരു മണിക്കൂർ നടക്കണം എന്ന് ഞാൻ വീക്ഷിച്ചപ്പോൾ, നാളെ മുതൽ 5 കിലോമീറ്റർ നടക്കുക അങ്ങനെ പാടില്ല, കുറേശ്ശെ ചെയ്യാവുള്ളൂ. 2 ദിവസം 5 കിലോമീറ്റർ നടക്കാൻ ശ്രമിക്കും, തളർച്ചയാകും, പിന്നെ വയ്യാന്ന് പറഞ്ഞ് നിർത്തും. ആദ്യം ഒരു 1/2 കിലോമീറ്റർ നടക്കുക, ഒരു ഒരാഴ്ച. അത് കഴിഞ്ഞ് അത് അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പോൾ 1 കിലോമീറ്റർ ആക്കുക. ഒരു 10 ദിവസം കഴിയുമ്പോൾ 2 കിലോമീറ്റർ ആക്കുക. പിന്നെ ഒരു 15 മാസം കഴിയുമ്പോഴേക്കും 2.5 കിലോമീറ്റർ, 3 കിലോമീറ്റർ, അങ്ങനെ കൂട്ടി ഒരു മണിക്കൂറിൽ 4-5 കിലോമീറ്റർ നടക്കത്തക്കത്തിൽ സ്പീഡിൽ വേണം നടക്കാനായിട്ട്. അങ്ങനെ നടന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ആൽക്കഹോൾ, ലഹരി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ചില ഡോക്ടർമാർ പറയും. പക്ഷേ ലഹരി കൊണ്ട് ഒരു പ്രയോജനമുള്ളത് എന്ന് പറഞ്ഞാൽ HDL കൊളസ്ട്രോൾ കൂടുമെന്ന് പറയും. പേഷ്യൻറ്റിന് ലിവർ ഉണ്ടെങ്കിലേ ഉള്ളൂ HDL കൊളസ്ട്രോൾ, ലിവർ നശിച്ചു പോകും. പിന്നെ HDL കൊളസ്ട്രോൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം
ജനറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, BP നമ്മൾ തന്നെ എടുത്ത് പഠിക്കണം, BP പെട്ടെന്ന് പഠിക്കണം, എപ്പോഴും കൺട്രോൾഡായിരിക്കണം. പിന്നെ ലൈഫ് സ്റ്റൈലെല്ലാം മാറ്റണം, വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, സോൾട്ട് കുറയ്ക്കണം, എക്സർസൈസ് കൂട്ടണം. പിന്നെ മരുന്നിൻ്റെ കാര്യമാണ്. മരുന്നിൻ്റെ കാര്യം വേറൊരു ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കാവുന്നതാണ്. അതിന് കുറേ സമയം എടുക്കും, അതിപ്പോൾ പറയുന്നില്ല. ഇനി അടുത്ത ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന സൂക്കേട് ഒബേസിറ്റിയാണ്. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ വണ്ണം കൂടുന്നു. അത് സൂക്കേട് പലതരത്തിൽ വരാം. പ്രധാനമായിട്ടുണ്ടാകുന്നത് പ്രഷർ കൂടും. പ്രഷർ കൂടുന്നത് ഒപ്പം തന്നെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്, പിന്നെ കാലിന് തേയ്മാനം ഉണ്ടാകുന്നു, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറയും. അപ്പം ധാരാളം രോഗങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തിയാണ് വണ്ണം കൂടുന്തോറും നമ്മൾ ചെയ്യുന്നത്. 1 പ്രമേഹം, 2 കൊളസ്ട്രോളിൻ്റെ അസുഖം, 3 ഹൈപ്പർ ടെൻഷൻ, 4 ഹാർട്ടിനുള്ള അസുഖം, പിന്നെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, പിന്നെ ഹാർട്ട് ഫെയിലിയർ, പിന്നെ ഹാർട്ടിൻ്റെ ഇടിപ്പ് വ്യത്യാസമുണ്ട്, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നൊരു സൂക്കേടുണ്ട്. ഇത് പല പല കാരണങ്ങളാണ്. ഇത് ഒരു പ്രധാന കാരണം ഈ വണ്ണം കൂടുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ സ്ട്രോക്ക് കൂടും, പിന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വണ്ണമുള്ളവർ കൂടുതലാണ്, പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഗൗട്ട് എന്നീ 2 വാദങ്ങൾ, സന്ധികളെ ബാധിക്കുന്ന രോഗം പ്രധാനമായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ വണ്ണമുള്ളവർക്ക് ലിവറിലുള്ള ഡിസീസ് കൂടും, പിത്താശയത്തിൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടും, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് എരിച്ചിലുണ്ടാകുക, അമ്ലം മുകളിലോട്ട് കയറി വരുന്നത്, അതും ഇതുള്ളവർക്ക് കൂടുതലാണ്, വണ്ണമുള്ളവർക്ക്. അതേപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ, അത് വണ്ണം ഉള്ളവരും വണ്ണം ഇല്ലാത്തവരും നോക്കും, വണ്ണമുള്ളവർക്ക് കൂടുതലാണ്. പിന്നെ ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാകുന്നത് കൂടുതൽ വണ്ണമുള്ളവർക്കാണ്. പിന്നെ വേറൊരു പ്രധാനമായിട്ട് കഴിഞ്ഞ കുറേ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ അറിയുന്നു, നേരത്തെ അറിഞ്ഞിരുന്നില്ല, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന സൂക്കേട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ശ്വാസം നിന്ന് പോകും. ഈ ശ്വാസം നിന്ന് പോകുമ്പോൾ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു പോകും. അത് കഴിഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ കണ്ടൻറ്റ് കുറയുമ്പോൾ ബ്രെയിനിലുള്ള ഓക്സിജൻ സപ്ലൈ കുറയും, ഹാർട്ടിനുള്ള ഓക്സിജൻ സപ്ലൈ കുറയും, കിഡ്നിക്കുള്ള എല്ലാം കുറയും. അപ്പം അപകടം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. അപ്പം ചില പറയും അതേ നല്ല ഉറക്കമാണ്, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്. കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നവർ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടത്തില്ല. ഉറക്കം നമ്മൾ കാണുന്ന വിചാരിക്കും ഭയങ്കര കൂർക്കാണ്, ഭയങ്കര ഡീപ്പ് സ്ലീപ്പാണ്. അങ്ങനെയല്ല. അവർ കൂടുതൽ ഉറങ്ങും തോറും ഈ സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി വരും തോറും ഉറക്കത്തിൽ ശ്വാസം നിന്ന് പോയി അറിയാതെ ഉണരാൻ തുടങ്ങും. അപ്പം ഇത്ര മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം എന്നുള്ള കണക്ക് നമുക്ക് കിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ശരിയായ ഉറക്കം ഒരു 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3-3.5 മണിക്കൂർ ഉറക്കം ശരിക്കും കിട്ടുള്ളൂ. ഡീപ്പ് സ്ലീപ്പ് പല ലെവലിലെ സ്ലീപ്പുണ്ട്. അപ്പോൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നത് ഒരു ഇത്ര മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഓരോരുത്തർക്ക് ഓരോ മാതിരിയാണ്. അത് കിട്ടാതെ വരും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ പകൽ സമയത്ത് ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങും. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങി അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഒരു കാരണമാണ് ആക്സിഡൻറ്റ് ഉണ്ടാകാനായിട്ട്. അതേപോലെ പകലിരുന്ന് ഉറക്കുന്നു, ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങുക, വായിക്കുന്ന സമയത്ത് ഉറങ്ങുക, ഇതൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ കൂട്ടത്തിൽ പ്രഷർ കൂടും, ലങ്സിനുള്ള അസുഖം കൂടും, പിന്നെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാകും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ഒരു പ്രധാന കാരണം ഈ അമിതമായ വണ്ണമാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും അമിതവണ്ണം നമ്മൾ കുറച്ചേ പറ്റുള്ളൂ. അതിന് ആഹാരം നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡെല്ലാം കഴിക്കാതിരിക്കുക, കാലറീസ് കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, എക്സസൈസ് കൂട്ടുക. അപ്പോൾ ഓരോ ഹൈറ്റിനനുസരിച്ച് ഐഡിയൽ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. എക്സസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് സാധിക്കും. കൂടാതെ ഫുഡിൻ്റെ കൺട്രോളും വേണ്ടിവരും. ആവശ്യത്തിന് മാത്രമേ കഴിക്കാവുള്ളൂ. വെയിറ്റ് ഐഡിയൽ വെയിറ്റിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ് എങ്കിൽ പല കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. പ്രമേഹത്തിൽ നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. ഇവിടെ ടൈപ്പ് 2 നമ്മൾ പ്രായം കാണുന്ന സാധാരണ കാണുന്ന പ്രമേഹത്തിനെ പറ്റിയാണ് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് പറയുന്നത്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 കൂടുമ്പോൾ 126 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126. ആഹാരത്തിന് ശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു 2 മണിക്കൂർ കഴിയുമ്പോഴുള്ള ബ്ലഡ് ഷുഗർ 200 കൂടുതലാണെങ്കിൽ അത് ഡയബറ്റിസ് ആണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126,
പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ 200. ഇത് കൂടുതലാണെങ്കിൽ ആ രോഗിയെ നമ്മൾ ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അത് ഒരു പ്രാവശ്യം നോക്കിയാൽ പോലെ 2 പ്രാവശ്യമെങ്കിലും നോക്കിയിരിക്കണം. പിന്നെ HbA1c എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 3 മാസത്തിൻ്റെ ഷുഗറിൻ്റെ ആവറേജാണ്. അത് 6 മുതൽ 7 വരെയാകാം. 6 താണിരിക്കണം എന്നാണ്. 7 കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപാകതയുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിലും ഡയബറ്റീസ് ഉണ്ടെന്ന് അനുമാനിക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെ അറിയും? ഒന്ന്, വെയിറ്റ് കുറയും. രണ്ടാമത് പോളിയൂറിയ, അതായത് കൂടുതൽ മൂത്രം പോവുക. രാത്രി എണീറ്റ് 4 പ്രാവശ്യം പോവാം. പോകുന്ന സമയത്ത് വെയിറ്റ് കുറയുന്നു എങ്കിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഭയങ്കര ദാഹം. പിന്നെ ചിലർക്ക് കാഴ്ചയ്ക്ക് വിഷമം വരും. കണ്ണ് ശരിക്കും കാണുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷേ വണ്ണം കുറയുമെങ്കിലും കൂടുതൽ ആഹാരം കഴിക്കും. നന്നായിട്ട് കഴിക്കുന്നു, പക്ഷേ എന്നിട്ടും ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നൊരു പറയാറുണ്ട്. അത് പ്രമേഹത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഡയബറ്റീസ് കൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും. ഹാർട്ട് അറ്റാക്ക് കൂടും, സ്ട്രോക്ക് വരും, കിഡ്നി ഡിസീസ് വരും, കാഴ്ചയ്ക്ക് കോട്ടം തട്ടും, റെറ്റിനോപ്പതി എന്ന് പറയും. പിന്നെ അതുകൂടാതെ ഞരമ്പുകളെല്ലാം ബാധിക്കും. ന്യൂറോപ്പതി ഉണ്ടാവും. ഞരമ്പുകൾ തൊട്ടാൽ അറിയത്തില്ല, സ്പർശനം അറിയത്തില്ല. അപ്പം റെറ്റിനോപ്പതി, ന്യൂറോപ്പതി ആൻഡ് നെഫ്രോപ്പതി, ഈ 3 അവയവങ്ങളെ പ്രധാനമായിട്ട് ബാധിക്കുന്നു. അതുകൂടാതെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഗാംഗ്രീൻ വരാനുള്ള സാധ്യതയുണ്ട്, രക്തോട്ടലിലാണെങ്കിലും പോകാം. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, എല്ലാ ഭവിഷ്യത്തുകളും വന്നു ചേരും ഡയബറ്റീസ് കൺട്രോളിലേക്ക്. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയറ്റാണ്. വലിച്ചു വാരി തിന്നാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൂട്ടേണ്ടി വരും. കഴിയുന്നത്ര ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അത് എല്ലാ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് ആവശ്യമാണ്. ആവശ്യത്തിലുള്ള കലറി കഴിക്കാവുള്ളൂ. നമ്മൾ എത്ര അകത്ത് ചെല്ലുന്നോ അതിനനുസരിച്ച് എക്സർസൈസും ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ വെയിറ്റ് കൂടി വരും. ഇതിൻ്റെ ഒരു ബാലൻസാണ്. ആഹാരം കൂടുതൽ കഴിക്കുന്നു, എക്സർസൈസ് ചെയ്യുന്നില്ല, വണ്ണം കൂടുന്നു. ആഹാരം കുറച്ചേ കഴിക്കുന്നുള്ളൂ, എക്സർസൈസ് കൂടുതലാണെങ്കിൽ വണ്ണം കുറയും തീർച്ചയായിട്ടും. അപ്പം ഡയറ്റ് നോക്കണം, എക്സർസൈസ് ചെയ്യണം. അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് മരുന്നുകളാണ്. മരുന്നുകളിൽ കഴിക്കാവുന്ന മരുന്നുകളുണ്ട്. ഓറൽ ആൻറ്റി ഡയബറ്റിക് ഏജൻസ് ഉണ്ട്. അതിനെപ്പറ്റി വേറൊരു ക്ലാസ്സിൽ പ്രതിപാദിക്കാം. ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. മെറ്റ്ഫോമിൻ, പയോപ്രിഡസോൾ, ലിപ്റ്റിൻ, വോഗ്ലിമോസ് കുറേ എണ്ണമുണ്ട്. പിന്നെ കൂടാതെ ഇൻസുലിനുണ്ട്. ഇൻസുലിൻ പലതരത്തിലുള്ള ഇൻസുലിൻസ് ഉണ്ട്. അതിനെപ്പറ്റി തന്നെ ഒരു ഗ്ലാസ് പോലെ 2-3 ഗ്ലാസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഡയബറ്റീസിനെ പറ്റി ശ്രദ്ധിക്കാനുള്ളത്. ഡയബറ്റീസിനെ പറ്റി ശ്രദ്ധ, നമ്മൾ ബ്ലഡ് ഷുഗറും ഫാസ്റ്റിങ്ങും ആഹാരക്രിയ ഷുഗറും ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ HbA1c ചെയ്തുകൊണ്ടിരുന്ന അത് കൺട്രോളിൽ കൊണ്ടുവരും. HbA1c ഒരു 6 താണിരിക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120 താണിരിക്കണം. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ വന്ന് ആഹാരക്രിയ ശേഷമുള്ളത് 200 താണിരിക്കണം. ഈ രീതിയിൽ കൊണ്ടുവരത്തരത്തിലുള്ള നമ്മുടെ ഡയറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ഹാർട്ട് ഡിസീസ് പേഷ്യൻറ്റിന് പലതരത്തിലുള്ള, ചിലപ്പോൾ നടക്കുന്ന സമയത്ത് വേദന വരും. അതിന് നമ്മൾ അഞ്ചേന എന്ന് പറയും. പിന്നുള്ള ഹാർട്ട് അറ്റാക്ക്, പേഷ്യൻ്റ് ഭയങ്കര നെഞ്ചുവേദന വരുന്നു, അതോടുകൂടി പേഷ്യൻ്റ് ഇങ്ങനെ കൊളാപ്സ് ചെയ്യുന്നു, അങ്ങനെ വരാം. അപ്പം നടക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ വെറുതെ നെഞ്ച് വേദന, നെഞ്ചിൻ്റെ നടുഭാഗത്താണ് വരുന്നത്. കൂട്ടത്തിൽ വേദന കയ്യിലോട്ടുള്ള വരും, വേർക്കും. ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. പിന്നെ ഉള്ളത് പേഷ്യൻ്റ് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞ് പലപ്പോഴും പത്രത്തിൽ കാണാറുണ്ട്. കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കാണ്. അപ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് വ്യത്യാസങ്ങൾ വന്ന് അരിത്മിയ എന്നുള്ള ഇത് വരും. സാധാരണ ഒരു ഹാർട്ട് റേറ്റ് വന്ന് 70, 75, 80 ഒക്കെ കാണും. ഇത് ഉടനെ ഒരു 200 പോകും. പോയി വെൻട്രിക്കുലർ അരിത്മിയ എന്ന് പറഞ്ഞൊരു ഹൃദയത്തിൻ്റെ ഇടിപ്പിൽ വ്യത്യാസം വരുന്നത് വളരെ വിത്തിൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് പേഷ്യൻ്റ് മരിച്ചു പോകും. അത് തടയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് തടയാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പിന്നുള്ളത് അടുത്ത ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്യാൻസറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസറിന് നമ്മൾ വിളിച്ചു വരുത്തുകയാണ് പുകവലി വരുന്ന പ്രധാനപ്പെട്ട കാരണം. പലതരത്തിലുണ്ടാകാം. ക്യാൻസർ വരും, ചുമച്ച് രക്തം വരുന്നതായിട്ട് വരാം. ശ്വാസകോശ ക്യാൻസർ ഉദ്ദേശിക്കുന്നത് ചുമയ്ക്കുമ്പോൾ രക്തം വരിക, ന്യൂമോണിയ ആയിട്ട് വരാം, വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് വരാം. ചില സമയത്ത് ഈ ട്യൂമർ വന്ന് ബ്രെയിനിലോട്ട് പോയി ഒരു വശം തളർന്നു പോകാം. ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളെയും ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, അഡ്രിനൽ ഗ്ലാൻഡിനെ ബാധിക്കാം, എല്ലാ അവയവങ്ങളെയും ബാധിക്കാം. അതിന് പറയുന്നത് സെക്കൻഡറീസ് പറയുന്നത്. പ്രൈമറി ഇവിടെ ട്യൂമർ, സെക്കൻഡറീസ് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങൾ ബാധിക്കുന്നു. ഇതെല്ലാം ഭവിഷ്യത്തുകളും പുകവലി നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ, നിർത്തിക്കഴിഞ്ഞാൽ
നമുക്ക് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് അത് തടയാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ഏതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത സിറോസിന് പല കാരണങ്ങളുണ്ട്. ഇൻഫെക്ഷൻ കൊണ്ട് സാധാരണ ഉണ്ടാകുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി. പിന്നുള്ളത് ആൽക്കഹോൾ. ഒരു സോഷ്യലി അക്സെപ്റ്റഡ് പോയിസണാണ് ആൽക്കഹോൾ. എല്ലാവരും പറയാം ആൽക്കഹോൾ കുറച്ച് കഴിക്കാം, കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ HDL കൂടും, പക്ഷേ ലിവർ പോകും. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ ഇത്രയും കഴിച്ചൊന്നും പറ്റില്ല. പക്ഷേ ശരീരപ്രതിയുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ആർക്ക് വരും എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലിവർ മാറ്റി വയ്ക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. ഇപ്പം മഹോദരം വരും, കാറ്റ് തീരും വരും, മരുന്ന് കഴിക്കുമ്പോൾ കുറയും, മരുന്ന് നിർത്തുമ്പോൾ പഴയപോലാവും. പിന്നെ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വേറെ പ്രശ്നങ്ങൾ വരുന്നത് അവർക്ക് ചോര ഛർദ്ദിക്കാം, വയറ്റിൽ മഹോദരം വരും. പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് സിറോസ് വന്നു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകൊണ്ടേയിരിക്കും. പിന്നെ എന്താ ട്രീറ്റ്മെൻറ്റ്? അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ആൽക്കഹോൾ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ വരാതിരിക്കാൻ നോക്കുന്നതാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രിവെൻഷൻ, കോംപ്ലിക്കേറ്റ് വരാതിരിക്കാൻ നോക്കുക. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, അതിറോസ്ക്ലെറോസിസ്, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, സ്ട്രോക്ക്, സിറോസിസ്, ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഫിലോസഫിയിലായിരിക്കും നമ്മൾ പോകേണ്ടത്. ഇതെല്ലാം നമുക്ക് സ്റ്റൈൽ മാറ്റുന്നുണ്ട്, ജീവിതശൈലി മാറ്റുന്നത് കൊണ്ട് വന്നിട്ടുള്ള ഭവിഷ്യത്തുകളാണ്. ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ 50 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുകയാണെങ്കിൽ 70 വയസ്സ് വരെ ഇരിക്കും. 70 മരിക്കുന്നതെങ്കിൽ 85 വയസ്സ് വരെ ഇരിക്കും. അപ്പം ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ മിക്കവാറും പേർക്കും പ്രഷറുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഒബേസിറ്റി ഉണ്ട്, ഹാർട്ട് ഡിസീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മാറ്റുകയാണെങ്കിൽ ഒരു 60 വയസ്സിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ സുഖമായിട്ട് 80, 85, 90 വരെ ആരോഗ്യകരമായിട്ട് ഇരിക്കാൻ പറ്റും. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ്. ഈ വിളിച്ചു വരുത്തുന്നത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ ആൾക്കാർ എഡ്യൂക്കേറ്റഡാണ്, എലൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കി ഇത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഓരോരുത്തരും സ്വീകരിച്ചാൽ നമ്മുടെ ആരോഗ്യപരമായിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാനും ഹെൽത്തി ആയിട്ട് ജീവിക്കാനും പറ്റും.